ഈ ഒരു ഡ്യൂറൻറ്റ് കപ്പിൽ എന്തോ മല മറിക്കുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞത്. അതായത് ഫുൾ സ്കോഡ് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്, കപ്പടിച്ചിട്ട് തിരിച്ചു വരത്തുള്ളൂ. അതായത് ഒരു ട്രെയിനിങ് സെക്ഷൻ പോലൊന്നുമല്ല കാണുന്നത്, കഴിഞ്ഞ സീസൺ പോലെ കപ്പടിക്കാൻ മാത്രമാണ് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറിൻ സൈനിങ് പോലും, അതായത് ഉള്ള സൈനിങ്, അതായത് അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നോവാ സദോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ അതല്ലാതെ വേറെ വലിയ അനൗൺസ്മെൻ്റ് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇവർ ഈ ഫുൾ ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് കപ്പടിക്കുന്ന കാര്യം വല്ലതാണോ പറഞ്ഞത്? എന്തായാലും ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡയമണ്ട് കോസിൻ്റെ പകരക്കാരനെ ഡ്യൂറൻറ്റ് കപ്പിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള സാധ്യതകളില്ല എന്നാണ്. മിക്കവാറും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിട്ട് സൈനിങ് ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്തത് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും, കൽക്കട്ട ഫുട്ബോൾ ലീഗ്, അതായത് CFL തുടങ്ങിയ കാര്യം. ഇന്ത്യയിൽ നടക്കുന്ന അത്യാവശ്യം നല്ലൊരു ടൂർണമെൻറ്റാണ് CFL എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് സെറമണിയൊക്കെ, അതായത് ചെറിയൊരു വീഡിയോസൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ കണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ടും അതായത് ഐ ലീഗിനെക്കാട്ടി മികച്ച രീതിയിലാണ് അതിൻ്റെ ഓപ്പണിംഗ് സെറമണീസൊക്കെ നടത്തുന്നത്. അത് കാണുന്നത് നല്ല രസമുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു സ്റ്റേറ്റ് ലീഗ് തന്നെയാണ് CFL എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു CFL ഡയമണ്ട് ഹാർബർ FC താരമായിരുന്നു നമ്മുടെ ജോബി ജസ്റ്റിൻ. എന്തായാലും അവരുടെ ഓപ്പണിംഗ് മാച്ചിൽ തന്നെ 2 ഗോളുകളാണ് നമ്മുടെ ജോബി ജസ്റ്റിൻ നേടിയിരിക്കുന്നത്. അദ്ദേഹം 2 ഗോളൊക്കെ സ്കോർ ചെയ്തു. എന്നാലും അതിൻ്റെ കരിയറിൽ വലിയൊരു ഡിമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം സന്തോഷ് ട്രോഫിയിലെ ടോപ്പ് സ്കോററായിരുന്നു. പിന്നെ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ പോയി, അത് കഴിഞ്ഞ് ഗോകുലം കേരള, അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ചിരുന്നു. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അതായത് ഒരു 3rd ഡിവിഷൻ അല്ലെങ്കിൽ CFL ഒക്കെ കളിക്കുന്ന ഒരു ക്ലബ്ബിൽ ഒതുങ്ങിക്കേണ്ട ഒരു താരമായിട്ട് അദ്ദേഹത്തിന് മാറി എന്നുള്ളതാണ്. എന്തായാലും ജോബി ജസ്റ്റിൻ തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.